മുന്നിൽ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു യാത്രയായിരുന്നു നമ്മളുടെ കൂടെ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് തുടങ്ങി. അവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ എത്തിയ ഒരുപാട് ഹാപ്പിനെസ്സും ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാം നടന്ന് ഇതൊരു വലിയ പ്രോജക്റ്റായി മാറുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷം. ഒപ്പം നിന്ന് പ്രൊഡ്യൂസർ, ആക്ടേഴ്സ്, ഡയറക്ടർ, ഈച്ച് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരോടും ഒരുപാട് നന്ദിയാണ് ഈ സമയത്ത് പറയാനുള്ളത്. സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. എല്ലാവരും ജൂലൈ 3 കാണും, സ്ട്രീം ചെയ്ത് തുടങ്ങുകയാണ്. സോ എല്ലാവരും കാണും, കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ടു എൻ്റെ ടീം. നന്ദു, പ്രകാശേട്ടൻ, പിന്നെ ബാക്കി ആർട്ടിസ്റ്റിനാകില്ല വളരെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. കൂടെ നിൽക്കുക എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എൻ്റെ ഫസ്റ്റ് മലയാളം ഒറിജിനലാണിത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നന്ദു, ഡയറക്ടർ, ഞങ്ങൾ കോലം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കണക്ട് ആവുന്നത്. അതിനുശേഷം ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് വന്ന് തീരുമാനിച്ചതും കൊണ്ട് എൻ്റെ ക്രൂ ഞാൻ നന്ദി പറയുന്നു ഈ അവസരത്തിൽ. താങ്ക് യു. ഇത് എൻ്റെ C5-ന്റെ രണ്ടാമത്തെ സീരീസാണ്. ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് സീരീസ് ആയിരുന്നു. ഇത് നെക്സ്റ്റ് ടൈം ഇത് ഈ ഒരു സബ്ജക്റ്റ് ആക്ച്വലി നമ്മൾ ഫിലിമില് നമ്മൾ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. TV ഫോർമാറ്റിൽ ഒരു സബ്ജക്റ്റ് വരുമ്പോൾ നമുക്കത് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊരു സബ്ജക്റ്റും അത്തരത്തിലൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ടീം നല്ലൊരു ടീമായിരുന്നു. ആക്ച്വലി ക്രിയേറ്റീവ് ടീം എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടീമാണ്. നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ, പിന്നെ ബാക്കിയുള്ള ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂമറും എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നന്ദുവിൻ്റെ ഒരു വിഷനിലാണ് നമുക്ക് എല്ലാവരും ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു. ആ സബ്ജക്റ്റിന് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് എല്ലാവരും ഫീൽ ചെയ്തായിരുന്നു. അതായിരുന്നു മൊത്തത്തിൽ ഇത് വർക്ക് ചെയ്യാനുള്ള നമ്മളുടെ ഒരു ഡ്രൈവ്. അത് ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തതാണ്. ഈ ബാക്കി ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് അതൊരു ഭയം. Thank you. Seeing everybody else doing this, seeing my own dad producing movies, I was inspired and I thought why don't I start something which is more efficient with less risks? And that's how I came to create Single Take Creations. And yes, I would like to thank our DOP, Mr. Prakash. I would like to thank the cameraman, and I would like to thank the music director and my own team held by Mr. Pradeep and Mr. Hem Kumar. All of you guys in some way or the other have made this film successful, and I'm beyond grateful for all of your help. So thank you so much, and I really look forward to delving more into the Malayalam industry and the film industry as a whole, because it's a new experience and I loved every single minute of it. So yeah, thank you. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യുന്നത് ഈ സിനിമ കാണുന്ന മുമ്പ് എങ്ങനെ വരും അങ്ങനെ വരും എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനം കാര്യമൊക്കെ ചെയ്തു. പിന്നെ മുത്തശ്ശിയുടെ അലവലും ഒക്കെ കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. ഓക്കെ മോനെ, മൊത്തത്തിൽ മോനെ ഇഷ്ടമായി? മൊത്തത്തിൽ മോനെ ഇപ്പോഴല്ലേ തിയേറ്ററിൽ കാണുന്നത്, ഇഷ്ടമായോ? ഞാൻ ഇത് അല്ലാതെ ഡബ് ചെയ്തപ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളേ, അല്ലാതെ തിയേറ്ററിൽ കണ്ടില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വെബ് സീരീസിൽ അഭിനയിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല എന്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മോൻ നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് ചെയ്തു. ഭാഗമായിട്ട് മുത്തശ്ശി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഡയറക്ടർ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്രയും ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു വർക്കാണ്. ഇത് ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ പോകുമെന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ പിന്നിലും മുന്നിലും ആ ഡയറക്ഷൻ ടീം വളരെ ഗംഭീരമായിട്ട് ആ വർക്ക് പൂർത്തിയാക്കി. പിന്നെ പ്രത്യേകിച്ച് കാരണം നമ്മൾ നേരിട്ട് അനുഭവിച്ചതാണ്. ഒരൊറ്റ ലൊക്കേഷനാണ്. ഏതാണ്ട് 90% ഒരു വീട്, അതിൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കിയവർ ഷോട്ടുകൾ വയ്ക്കുകയും അതിനകത്ത് പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. പലപ്പോഴും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് പോലും നമ്മൾ വളരെ എഫേർട്ട് എടുത്തുകൊണ്ട്
ഈ വർക്ക് പൂർത്തിയാക്കി. അതുപോലെ തന്നെ അതിൻ്റെ എടുത്തു പറയേണ്ടുന്ന മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഒരു തൃപ്തിയുണ്ട് ഒരു ക്യാരക്ടർ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ മുന്നോട്ട് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ വളരെ ഞെട്ടിക്കുന്ന പ്രകടനമാണ് നമ്മൾ ലീല ചേച്ചി, അമിത്, ലീല, അതുപോലെ നമ്മുടെ മോനൊക്കെ ചെയ്തിരിക്കുന്ന സ്ക്രീൻ സ്പേസ് എന്നുള്ളതിനേക്കാളും അപ്പുറത്തേക്ക് അതിൽ എത്രമാത്രം നമ്മളിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലേക്ക് അതിൽ ഒരു ആക്ടർക്ക് അത്രമാത്രം ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് അത് ഏറ്റവും മനോഹരമായിട്ട് അതിനൊരു റൂട്ടായിട്ട് നമുക്ക് എന്നെ സംബന്ധിച്ച് ഡയറക്ടർ തന്നെയാണ്. ഒരുപാട് സന്തോഷം നമ്മൾ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ഈ വർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം അവരുടെ സ്ട്രഗിള് അത്രമാത്രം ഞാൻ അടുത്തു നിന്ന് കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ചെറിയ കളിയല്ല. അപ്പം അതിന് മുമ്പിലും നമ്മുടെ അസോസിയേറ്റൊക്കെ അദ്ദേഹം പേന താഴെ വെച്ചിട്ടില്ല, വരച്ച് നിന്നുകയായിരുന്നു. അപ്പം അതൊക്കെ അതിൻ്റെ ഉടമ്പം തന്നെ നിന്ന് അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ നിന്ന് സഞ്ചരിച്ച പ്രൊഡ്യൂസർ ടീമിനും സീഫിനും എൻ്റെ സ്നേഹം പറയുകയാണ്. ഇത്രയും എല്ലാവർക്കും നമസ്കാരം. ഞാൻ പല സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ ശക്തമായിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. രൂപത്തിൽ വളരെ മാറ്റത്തോടു കൂടിയുള്ള ഒരു വേഷമായിരുന്നു വീട്. കാരണം മുത്തശ്ശിയുടെ വേഷം അങ്ങനത്തെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചല്ല വന്നത്. അതുപോലെ പുതിയ ഡയറക്ടറായിരുന്നു നമ്മുടെ നന്ദ. നമുക്കത് ഫീൽ ചെയ്യാതെ പോലെ തന്നെ അദ്ദേഹം നല്ലവണ്ണം ചെയ്തു. സിനിമ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം വിജയമാണല്ലോ, അഭിനയ ശേഷിയോ ഒന്നും മാത്രമല്ലോ, എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണല്ലോ. അതിലല്ലേ ഇപ്പോൾ പ്രകാശമാണെങ്കിലും നന്ദുവാണെങ്കിലും ഇവരുടെ അഭിനയങ്ങളാണെങ്കിലും ഇപ്പോൾ ലീലയായിട്ട് അഭിനയിച്ചാക്കില്ല, നമ്മുടെ അമിത്, എല്ലാവരും നമ്മുടെ കൊച്ചു പിള്ളേർ വരെ വളരെ നന്നായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ്. അതാ പറഞ്ഞത്, ഒരാളുടെ മാത്രമല്ല എല്ലാവരും കൂടെ ചേർന്നപ്പോൾ അത് വളരെ ഒരു നല്ല ഫിലിമായിട്ട് പുറത്തേക്ക് വന്നു. അതൊരു വലിയ സന്തോഷമാണ്. ഈ വേഷത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് കിരണിനോട് പറയാനുള്ളത് പറയുകയാണ്. ഞാൻ ഇങ്ങോട്ട് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം എൻ്റെ ശാരീരിക ബുദ്ധിമുട്ട്, ആ വേഷത്തിലുള്ള ബുദ്ധിമുട്ടോട് ഞാൻ വളരെയധികം ഈ നഖങ്ങളൊക്കെ വെച്ചതുകൊണ്ട് എനിക്ക് ശരിക്ക് അങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്ന് വാഷ്റൂമിൽ പോകാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിയാണ് ചെയ്തത്. എങ്കിലും വിജയം കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിൽ അതിലേറെ സന്തോഷമുണ്ട്. എല്ലാ വിജയങ്ങളും സീഫയും കൂടെ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു. നന്ദി. എനിക്ക് മുത്തശ്ശി എന്ന് പറയുന്ന ഈ വെബ് സീരീസിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലീല എന്ന് പറയുന്ന ഈ ക്യാരക്ടർ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നന്ദു ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വെബ് സീരീസ് ഉണ്ട്, ഇത് ചെയ്യാമോ എന്ന് ഇങ്ങനെ ചോദിച്ച സമയത്ത് നന്ദു ആദ്യം അയച്ചത് നന്ദുവിന്റെ ഷോർട്ട് ഫിലിമിന്റെ ഒരു ലിങ്ക് വിത്ത് സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പൊ കോലം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചത്. അപ്പോൾ രണ്ടും എന്താ പറയാ, ഈ മുത്തശ്ശി പോലെ തന്നെയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കോലം. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അതിൽ ഒരുപാട് ലീല എന്ന് പറയുന്ന ഈ ക്യാരക്ടറിന് ഒരുപാട് പെർഫോം ചെയ്യാനുണ്ട്. കുറെ ഞാൻ ഇതുവരെ പെർഫോം ചെയ്യാത്ത കാര്യങ്ങൾ എനിക്കിതിൽ ചെയ്യാനുണ്ട്. അപ്പൊ എന്തുകൊണ്ടും എനിക്കൊരു എൻ്റെ ആക്ടറിന്റെ എൻ്റെ ഗ്രോത്തിന് എനിക്കിത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റ് എടുത്തതും. അത് നല്ലപോലെ
എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം എഫേർട്ട് ഇട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ എനിക്ക് എല്ലാവരോടും കുറെ പേരോട് താങ്ക്സ് പറയാറുണ്ട്. എന്താ പറയാ, നമ്മുടെ പ്രത്യേകിച്ച് നന്ദു, പിന്നെ കിരൺ സർ, പിന്നെ പ്രകാശേട്ടൻ, നന്ദചേട്ടൻ, വിവേകേട്ടൻ, അങ്ങനെ നമ്മുടെ ഒരുപാട് പേരുണ്ട്. മേക്കപ്പ് ടീം, ആർട്ടിലെ ടീം, എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് നീ കാണുന്ന ആ ഒരു വീടും എന്താ പറയാ, വീട്ടില് ഈ നമ്മളിന്ന് കണ്ട എല്ലാ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തതും ഒക്കെ ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മള് എന്താ പറയാ, അങ്ങനെ എല്ലാവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു നല്ല റിസൾട്ട് എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടെ അഭിനയിച്ച ഒർഹാൻ, അമിതേട്ടൻ, കാർത്തിക്, ലീല ചേച്ചി, രാജേഷ് ഏട്ടൻ, എല്ലാവരും, പിന്നെ ഒരു കുഞ്ഞു ശ്രീകുട്ടനുണ്ട് ഏറ്റവും ചെറുത്, അവൻ, എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയാണ്. പിന്നെ എല്ലാവരും കാണുക, ജൂലൈ 3-നാണ് റിലീസ് ആവുന്നത് C5-ല്. എല്ലാവരും കാണുക, കണ്ടിട്ട് ജെനുവിൻ ഒപ്പീനിയൻസ് എന്തായാലും അറിയിക്കും. നമസ്കാരം എല്ലാവർക്കും. നന്ദുവിടെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ചിട്ട് ചേട്ടൻ എങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, വൺ ലൈൻ ഒന്ന് അയക്കുമെന്ന് ചോദിച്ചപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് അയച്ചു തന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വായിച്ച ആൾ അതിൻ്റെ അകത്ത് ഞാൻ വായിച്ച ആദ്യം കേൾക്കേ ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് വായിക്കുന്ന ആൾ അതിൻ്റെ അകത്ത് ചില സീക്വൻസ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് ഇങ്ങനെ? അപ്പൊ ഞാനും അവനും ശരിയാണ്, അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഇത് എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ പോലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തറയ്ക്കാത്തത് വർക്കാവണം. ഇത് കഴിഞ്ഞ് നന്ദുവിന്റെ വീട്ടിൽ പോയി കഥ വയ്ക്കാനായിട്ട്. കഥ വയ്ക്കാൻ നന്ദുവിന്റെ വേർഷനായിട്ട് ഇരുന്നിങ്ങനെ പറഞ്ഞു. കാര്യം അത്യാവശ്യം ഹെവി സബ്ജക്റ്റ് ആണ്, പറയുന്ന കാര്യങ്ങൾ ഹെവിയാണ്. പിന്നെ അത് കഴിഞ്ഞുണ്ടായ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലാലേട്ടനും ശ്രീനിയേട്ടനും കൂടി വാടകയ്ക്ക് വീടെടുക്കാൻ വേണ്ടി കുതിരവൂർ ചേട്ടൻ്റെ അടുത്ത് പോകുന്നൊരു സീനുണ്ട്. എന്നിട്ട് പറയും പൂന്തോട്ടം വേണം, ബെഡ്റൂം വേണം, പൂജാമുറി വേണം. ഇതെല്ലാം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളി റെഡിയാക്കി തരാന്ന് പറഞ്ഞൊരു വീട് കൊണ്ടേ കാണിക്കും. ഇത് എത്ര വാടക കൊടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ നേരെ പറയും 2000, 1000, 250, 100 എന്ന് പറഞ്ഞാല് എന്ത് ബഡ്ജറ്റിലാണ് ഇത് ചെയ്യുന്നതെന്ന് ചുമ്മാ വെറുതെ പുള്ളിയോട് ചോദിച്ചു ഡയറക്ടറോട്. ബഡ്ജറ്റ് കേട്ടപ്പോൾ ആ സീൻ കേട്ടവരായിരുന്നു എന്റെ അവസ്ഥ. അതായത് ഇതെല്ലാം ചെയ്യണം, ഇത്രയും ഡിമാൻഡിങ് സബ്ജക്റ്റും വളരെ നിസ്സാര ബഡ്ജറ്റിലും. അപ്പൊ ഞാനപ്പോ വന്ന് ഇങ്ങനെ അതായത് എന്ത് നല്ല നടക്കാത്ത കാര്യം തന്നെയാണ് സത്യം പറഞ്ഞ മനസ്സിൽ ചിന്തിച്ചത്. പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു മച്ചാ ചെയ്യുന്നേ, നമുക്ക് പിടിച്ചു നോക്കാം. അപ്പൊ എന്നോട് ഒറ്റ കാര്യമാണ് പുള്ളി പറഞ്ഞത്, നമുക്കങ്ങനെ അധികം ടേക്ക് എടുക്കാനുള്ള സമയമൊന്നുമില്ല, ഒറ്റ ടേക്കില് റെഡിയാക്കിക്കൊള്ളണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇന്നുവരെ ചെയ്യാത്ത കുറെ കാര്യങ്ങളാണ്. അങ്ങനെ തുടങ്ങി ഷൂട്ടിന് ചെന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സിനിമ ഷൂട്ടിങ്ങും സത്യം പറഞ്ഞ എല്ലാവരുടെയും ഹിമാലയം കയറുന്ന പോലെ അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റ് കയറുന്ന പോലെ പാടുള്ളത് തന്നെയാണ്. പക്ഷെ ഇത് അത്യാവശ്യം കുറച്ച് നല്ല പാടുകളുള്ള പരിപാടി തന്നെയായിരുന്നു. ഇവരെ പ്രത്യേകിച്ച് ഡയറക്ടർ ടീം, അസിസ്റ്റൻസ് ഓരോരുത്തരും, ആർട്ടിലുണ്ടായിരുന്ന ഓരോരുത്തരും, ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്ന ഓരോരുത്തരും, അവിടെ കിരൺ ചേട്ടനും ബാക്കിയുള്ള പ്രൊഡക്ഷൻ ടീമിലുണ്ടായിരുന്ന ഓരോരുത്തരും, ആക്ടേഴ്സ്, ചേച്ചിയൊക്കെ പറഞ്ഞപ്പോ ചെറുതായിട്ട് പറഞ്ഞു പോയെന്നുള്ളൂ. രാവിലെ തന്നെ ഇത്രയുള്ളൊരു നഖം കയ്യിൽ കയറ്റി വെക്കും, അത് ഊരാൻ പറ്റില്ല. ഈ രാവിലെ കയ്യിൽ കയറ്റി വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം, വേറെ പല പരിപാടികൾ നമുക്ക് ഈ നഖം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എത്രയുള്ള നഖമാണ്, ഇങ്ങനെ ഇരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. റഷീദ് മേക്കപ്പ് ടീമിലുണ്ടായിരുന്ന ഓരോരുത്തരും നല്ല കല്ലം പണി. ഓരോ ഡിപ്പാർട്ട്മെന്റിലും മോനും ഈ കുഞ്ഞു മോനും അഖിലയും അമ്മച്ചിയും എല്ലാവരും നല്ല അടിപൊളിയായിട്ട്. ഞാൻ ഈ പറയണ എന്താ പറയുക, എനിക്ക് ഇതൊക്കെ ഡബിന്റെ സമയത്ത് കണ്ടെങ്കിലും റിസൾട്ട് ആയിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോ സത്യത്തിൽ ഇവരോടൊക്കെ എന്താ പറയാ സമ്മതിച്ചു കൊടുത്തിട്ട്. കാര്യം ഇത്രയും ചെറിയ കയ്യിൽ കിട്ടുന്ന പരിപാടി കൊണ്ട് ഇങ്ങനെയൊക്കെ ഇവർക്ക് ഔട്ട് എടുത്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇവരെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ, ഇവന്മാര് പൊളിക്കും, ഒരു ഡൗട്ടും വേണ്ട. ഈ ടീം ഉറപ്പായിട്ട് ഇവരെ പൊളിക്കും. മറ്റേ ശങ്കരാടി ചേട്ടൻ ഒരു പശുവിനെ കൊടുത്തിട്ട് പറയില്ലേ, ഇത്തിരി ഡൗട്ട് ഉണ്ടാക്കും, ഇത്തിരി വെള്ളം കൊടുത്ത പാല് സെറെന്ന് പറഞ്ഞാല്
ഇനി കുറച്ചും കൂടി പരിപാടിയൊക്കെ ഇവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് കലക്കും. നല്ല കഴിവുള്ള ടീമാണ്. ഒരുപാട് സന്തോഷം. എൻ്റെ ആ എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടറിന്റെ പേര് എഴുതി കാണിക്കും, പ്രൊഡ്യൂസറിന്റെ പേര് എഴുതി കാണിക്കും. പ്രൊഡ്യൂസറിന്റെ പേരും മനസ്സാണ്, ക്രിസ്റ്റഫർ വാർണർ അലക്സാണ്ടർ. ക്രിസ്റ്റഫർ നോളന്റെ അതുണ്ട്, വാർണർ ബ്രോസ് ഉണ്ട്, അതും ഗ്രാൻഡ്. ഇവിടെ പുള്ളിനെ ജനിക്കുന്ന സമയത്ത് തന്നെ അപ്പച്ചനും അമ്മച്ചും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവനെ പ്രൊഡ്യൂസർ ആക്കണം, ഇങ്ങനെ പേരിട്ട് ഇറക്കണം. കലക്കി മാൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് ഫോർ സപ്പോർട്ടിങ് ദി ടീം. ഇതെല്ലാം കലക്കി. മോനും ഇവനൊക്കെ കലക്കൻ. ശർമാജി, ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഐ എം സോറി. ഈച്ച് ഡിപ്പാർട്ട്മെന്റ് പേരെടുത്ത് പറയേണ്ടതാണ്. അടിപൊളി. മ്യൂസിക് ബ്രദർ അമേസിംഗ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്, എഡിറ്റർ എല്ലാവരും അടിപൊളിയുണ്ടാവും. താങ്ക് യു. എല്ലാവരും പറഞ്ഞു. ഹെഡ് കൗശിക് സാർ, നമ്മുടെ സീരീസ് മുകുന്ദ വിടേണ്ട ഓൺലൈൻ മീറ്റിംഗ്, ശ്രീജിത്ത് പ്രോ, ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്ത് തന്നെങ്കിലും ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നെ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഹെഡ് ശ്രീജിത്ത് ഹീസ് ഹിയർ. പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് മധു സാർ, പ്രദീപ് ജി, ദിലീപ്, ഹേമൻ, ഇവരോടൊക്കെ കൂടി താങ്ക്സ് പറയാനുണ്ട്. കാരണം എല്ലാവരുടെയും കൂട്ടായ പ്രയത്നമായിരുന്നു. പറഞ്ഞ പോലെ ലീല ചേച്ചി എടുത്ത് എഫർട്ട്, രാവിലെ വന്ന് ഡിബ്രോ പറഞ്ഞ പോലെ ചേച്ചി എടുക്കുന്ന എഫർട്ട്. ചേച്ചി പിന്നെ ലിക്വിഡ് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അതിൻ്റെ പേഷ്യൻ പോലെ ചേച്ചി എന്നിട്ടും സഹിച്ച് നിങ്ങളുടെ കൂടെ വെയിലത്തും മഴയത്തും കൂടെ നിന്നേന് താങ്ക് യു ചേച്ചി. എല്ലാവരും ഈ വർക്ക് ചെയ്ത വിവേക്, അസോസിയേറ്റ് വിവേക്, എല്ലാവരോടും ഈച്ച് ആൻഡ് എവരിവൺ ഹൃദയത്തെ തൊട്ട് നന്ദി പറയാൻ ഈ പ്രോജക്റ്റ് കൂടെ നിന്നതിന്, സപ്പോർട്ട് ചെയ്തതിന്, ഇത്രയാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു സീരീസ് അത് എത്തേണ്ടതുപോലെ ഇത് റീച്ചിൽ എത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്.